Hi friends, welcome back. അങ്ങനെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ കൂടി ഒരുമിച്ചിരിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ് ഫിസിക്സ്. 10ാം ക്ലാസ് ഫിസിക്സിലെ 5th ചാപ്റ്റർ. 5th ചാപ്റ്ററിന്റെ പേര് പ്രകാശത്തിന്റെ അപവർത്തനം, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്ററിലെ 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് നിർബന്ധമായും കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സുകൾ കാണണമെന്ന് വിനീതമായി അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കേവല അപവർത്തനാങ്കം, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആപേക്ഷിക അപവർത്തനാങ്കം, ഇതാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. അതുകൂടാതെ അപവർത്തനം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ അനുഭവിച്ചറിയാവുന്ന ചില കൊച്ചു പരീക്ഷണങ്ങളും നമ്മൾ പരിചയപ്പെടുകയുണ്ടായി അല്ലേ? സം എക്സ്പെരിമെൻറ്റ്സ് ത്രൂ വിച്ച് വി ക്യാൻ എക്സ്പീരിയൻസ് ദ റിഫ്രാക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ചില മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലോട്ട് നമുക്ക് പ്രവേശിച്ചാലോ? റെഡി? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് 2 കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ കോൺ. ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യം എന്താ? ഓഫീസ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യം എന്താ? ക്രിട്ടിക്കൽ കോൺ, ക്രിട്ടിക്കൽ ആംഗിൾ. മനസ്സിൽ ഉറപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ കോൺ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ടാമതായി അതിനെ തുടർന്ന്, ക്രിട്ടിക്കൽ കോണിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വളരെയധികം ഉപയോഗങ്ങളുള്ള, ജീവിതത്തിൽ വളരെയധികം ഉപയോഗങ്ങളുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്, ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് പിന്നീട് നമ്മൾ അതിനെ തുടർന്ന് പഠിക്കുന്നത്. അതാണ് പൂർണ്ണ ആന്തര പ്രതിപതനം. പൂർണ്ണ ആന്തര പ്രതിപതനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഈസ് ദ ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആഫ്റ്റർ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിന് ശേഷം നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? ഓൾ ഓഫ് യു സേ, ആഫ്റ്റർ ഡിസ്കസിങ് ക്രിട്ടിക്കൽ ആംഗിൾ വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ 2 ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ക്രിട്ടിക്കൽ ആംഗിൾ, 2 ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ക്രിട്ടിക്കൽ കോൺ, 2 പൂർണ്ണ ആന്തര പ്രതിപതനം. പൂർണ്ണ ആന്തര പ്രതിപതനം അത് പഠിക്കാൻ വേണ്ടി എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. റെഡി? നമുക്കറിയാം, അപവർത്തനം സംഭവിക്കുന്ന സമയത്ത് 2 തരം കോണുകളുണ്ട്. പറയാൻ വേണ്ടി സാധിക്കുമോ? ഏതൊക്കെയാണ് 2 തരം കോണുകൾ? പതനകോൺ, അപവർത്തന കോൺ. പതനകോൺ മാറുന്നതിനനുസരിച്ച് ഏത് കോണിലും മാറ്റം വരും? അപവർത്തന കോണിനും മാറ്റം വരും. ഡ്യൂറിങ് റിഫ്രാക്ഷൻ there are 2 angles. Which are the 2 angles? First one, angle of incidence. Second one, angle of refraction. We are well familiar with it. As the angle of incidence changes, the angle of refraction also changes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. As the angle of incidence changes, angle of refraction also changes. പതനകോൺ മാറുന്നതിനനുസരിച്ച് അപവർത്തന കോണിനും എന്ത് വന്നുകൊണ്ടിരിക്കും? മാറ്റം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും മനസ്സിലുണ്ട്, എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചോ, ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ക്രിട്ടിക്കൽ കോൺ, വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ. അതിൻ്റെ നിർവചനം, ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക്. നല്ലോണം ശ്രദ്ധിച്ചോ, അതൊരു കണ്ടീഷനാണ്, ഒരു നിബന്ധനയാണ്. പ്രകാശം എവിടുന്ന് എങ്ങോട്ട് തന്നെ പ്രവേശിക്കണം? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. ഒന്നുകൂടെ പറഞ്ഞോ, എൻ്റെ കൂടെ പറഞ്ഞു പോന്നോ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവാൻ ആവശ്യമായ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ. ഒന്നുമില്ല, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുകയാണെന്ന് വിചാരിച്ചോ, ചെരിഞ്ഞു പ്രവേശിക്കുകയാണെന്ന് വിചാരിച്ചോ. ആ സമയത്ത് അപവർത്തന കോൺ ഉണ്ടാവുമല്ലോ. ആ അപവർത്തന കോൺ 90 ഡിഗ്രി ആവണമെങ്കിൽ എത്ര പതന കോൺ വേണം? ആ പതന കോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്രിട്ടിക്കൽ കോൺ.
അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ കോൺ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവാൻ ആവശ്യമായ പതന കോണിനെ എന്ത് പേര് വിളിക്കുന്നു? ക്രിട്ടിക്കൽ കോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ 48.6 ഡിഗ്രിയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ 48.6 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പതന കോൺ 48.6 ഡിഗ്രി ആകുമ്പോൾ അപവർത്തന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 48.6 ഡിഗ്രിയാണ്. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിച്ചോ. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ? എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? When a beam of light passing from denser medium to rarer medium. When a beam of light passing from denser medium to rarer medium. What is denser medium? The medium has the highest optical density. What is rarer medium? The medium has the least optical density. So once more. All of you listen. When a beam of light passing from denser medium to rarer medium, the angle of incidence at which the angle of refraction becomes 90 degree. The angle of incidence at which the angle of refraction become 90 degree is known as critical angle. So what is critical angle? Critical angle is the angle of incidence at which the angle of refraction become 90 degree. So simple. So angle of refraction 90 degree ആവണമെങ്കിൽ എത്രയായിരിക്കണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ ഈസ് 48.6 ഡിഗ്രി. ദാറ്റ് മീൻസ് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 48.6 degree, then the angle of refraction will be 90 degree. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതൊന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ബോർഡിലൊരു ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളിലോട്ട് ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഓക്കെ, റെഡി? അപ്പോൾ ജലത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ? 48.6 ഡിഗ്രി. ഗ്ലാസിന്റെ കേസിൽ അത് 42 ഡിഗ്രിയാണ്, 42 ഡിഗ്രിയാണ്. അപ്പൊ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഈസ് 42 ഡിഗ്രി. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 42 ഡിഗ്രിയാണ്. ഇനി ബോർഡിലോട്ട് നോക്കിക്കോ, എന്താണ് ആ ക്രിട്ടിക്കൽ ആംഗിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാനൊരു 3 ചിത്രം വരച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 ചിത്രമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചോ, എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ചാലേ നല്ലവണ്ണം മനസ്സിലാവുകയുള്ളൂ. നല്ലവണ്ണം ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ ചിത്രത്തിൽ ഈ 3 ചിത്രത്തിൻ്റെയും പ്രത്യേകത പ്രകാശം പ്രവേശിക്കുന്നത് ഗ്ലാസിൽ നിന്ന് വായുവിലേക്കാണ്. ഇൻ ദോസ് ഡയഗ്രംസ് ദ ബീം ഓഫ് ലൈറ്റ് പാസിംഗ് ഫ്രം ഗ്ലാസ് ടു എയർ. ദാറ്റ് മീൻസ് ഫ്രം ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് പ്രവേശിക്കുന്ന കേസിൽ മാത്രമാണ് നമ്മൾ ഏത് ആംഗിൾ പറയുന്നുള്ളൂ? ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ഗ്ലാസിനാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ. ഗ്ലാസ് ഹാസ് ദി ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ദാൻ എയർ. വായുവിനെ അപേക്ഷിച്ച് ആർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രതയുള്ളത്? ഗ്ലാസിനാണ്. അപ്പോൾ പ്രകാശിക സാന്ദ്രത കൂടിയ ഗ്ലാസിൽ നിന്നും കുറഞ്ഞ വായുവിലേക്കാണ് പ്രകാശം പ്രവേശിക്കുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുന്നത്, ഗ്ലാസിൽ നിന്നും വായുവിലേക്ക്. ഈ ഒന്നാമത്തെ ചിത്രത്തിൽ ഇതല്ലേ പതനകോൺ? ഇതാണ് പതിക്കുന്ന രശ്മി. പതിക്കുന്ന രശ്മിയും ലംബവും തമ്മിലുള്ള കോണാണ് പതനകോൺ. ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് ഇൻസിഡന്റ് റേ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. 35 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിച്ചത് വായുവിലൂടെ പോയി. അപവർത്തനം സംഭവിച്ചത് വായുവിലൂടെ ഡീവിയേറ്റ് ചെയ്ത് പോയി. അപവർത്തനം സംഭവിച്ചു, റിഫ്രാക്ഷൻ സംഭവിച്ചു. ഇതല്ലേ നോർമൽ? ഈ നോർമലും ഇതാണ് റേ ഓഫ് റിഫ്രാക്ഷൻ, റിഫ്രാക്റ്റഡ് റേ. ഇതാണ് റിഫ്രാക്റ്റഡ് റേ, ആണ് നോർമൽ. അപ്പോൾ ഈ നോർമലും ഈ റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളാണ് ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അവിടെ എഴുതിയിട്ടില്ല, നമ്മളത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതാണ് അപവർത്തന രശ്മി, ഇതാണ് ലംബം. അപവർത്തന രശ്മിയും ലംബവും തമ്മിലുള്ള കോണാണ് അപവർത്തന കോൺ. അപ്പോൾ ഇത് പതനകോൺ, ഇത് അപവർത്തന കോൺ. പതനകോൺ എത്രയായിരുന്നു? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 35 ഡിഗ്രി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 35 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അപവർത്തന കോൺ സൂചിപ്പിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. 45 ഡിഗ്രി, നത്തിങ് ഹാപ്പൻ. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 42 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ എല്ലാവരും പതനകോൺ നോക്കിയേ. പതനകോൺ ഇതാണ് പതനരശ്മി, ഇതാണ് ലംബം. പതനരശ്മിയും ലംബവും തമ്മിലുള്ള കോണാണ് പതനകോൺ. അതെത്രയാണ്? 42 ഡിഗ്രിയാണ്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
അപവർത്തന കോൺ 90 ഡിഗ്രി ആവാൻ ആവശ്യമായ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ അല്ലേ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാവണം? 90 ഡിഗ്രി ആവണം. സോ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 ഡിഗ്രി. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഒന്ന് കണ്ടുപിടിച്ചേ, അപവർത്തന കോണം ഒന്ന് കണ്ടുപിടിച്ചേ. ഇതാ ഇതിലൂടെ വന്ന പ്രകാശരശ്മി അപവർത്തനം സംഭവിച്ചത് ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഇതാണ് നോർമൽ, ഇതാണ് അപവർത്തനം സംഭവിച്ച പ്രകാശരശ്മി. അപവർത്തന രശ്മി ഇതാണ്. അപ്പോൾ അപവർത്തന രശ്മിയും ലംബവും തമ്മിലുള്ള ഈ കോൺ എത്രയും നോക്കി 90 ഡിഗ്രിയാണ്. This is the refracted ray. This is the refracted ray and this is the normal. The angle between this normal and this refracted ray is known as angle of refraction is 90 degree. So, angle of critical angle, all of you listen, critical angle is the angle of incidence. Critical angle is the angle of incidence at which the angle of refraction become 90 degree when a beam of light passing from denser medium to rarer medium. അപ്പോൾ ഗ്ലാസിൻ്റെ കേസിൽ അപവർത്തന കോൺ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും? 42 ആയിരിക്കും. അതുകൊണ്ട് ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 42 ഡിഗ്രിയാണ്. അതായത് അപവർത്തന കോൺ 90 ഡിഗ്രി ആവാൻ ആവശ്യമായ പതന കോണിനെ എന്ത് പേര് വിളിക്കുന്നു? ക്രിട്ടിക്കൽ കോൺ എന്ന് പേര് വിളിക്കുന്നു. ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ക്രിട്ടിക്കൽ കോണിലാണ് പ്രകാശം സഞ്ചരിക്കുന്നതെങ്കിൽ അപവർത്തന രശ്മി മാധ്യമത്തിന്റെ വിഭജന തലത്തിലൂടെയായിരിക്കും സഞ്ചരിക്കുക. ഇവിടെ ഗ്ലാസ് ഉണ്ട് വിചാരിച്ചു, ഇത് ഗ്ലാസ് ആണ്, ഇവിടുന്ന് പ്രകാശം ചെരിഞ്ഞു പതിക്കുന്നു. ഇത് ഗ്ലാസിന്റെ സർഫേസ് ആണ്, ഇതാണ് സർഫേസ് അല്ലേ, ഗ്ലാസിന്റെ ഉപരിതലം ഇതാണ്. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിലാണ് പ്രകാശം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രി അല്ലേ? ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രി അല്ലേ? ആ 42 ഡിഗ്രിയിലാണ് പ്രകാശം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപവർത്തന രശ്മി ഏതിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക? ആ ഗ്ലാസിന്റെ ഉപരിതലത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ ചിത്രത്തിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. If the angle of incidence is critical angle, that means in the case of glass 42 degree. If the angle of incidence is critical angle, then the refracted ray will passes through surface of separation. അതറിഞ്ഞിരിക്കുക. If the angle of incidence is critical angle, then the refracted ray will travels through the surface of separation. Okay, so this beam of light is traveling through the surface of glass here. ഇവിടെ എവിടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഗ്ലാസിന്റെ സർഫേസിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ അത് എത്ര ഡിഗ്രി ആവുള്ളൂ? 90 ഡിഗ്രി ആവുള്ളൂ. അപ്പൊ ക്രിട്ടിക്കൽ കോൺ എന്നുള്ള കേസ് എന്ത് ചെയ്തു? മനസ്സിലായി. ഇനി ഇവിടെ വാട്ടർ ആയിരുന്നെങ്കിലോ, ജലമായിരുന്നെങ്കിലോ? ഇവിടെ വായുവും ഇവിടെ ജലമാണ്. വാട്ടർ ആയിരുന്നെങ്കിലോ 42 ഡിഗ്രിയിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഇല്ല. നമുക്കറിയാം വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48.6 ആണ്, 48.6 ആണ്. 48.6 ആയാൽ മാത്രമേ വാട്ടറിന്റെ കേസിൽ ഇങ്ങനെ സംഭവിക്കുള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചോ? പൂർണ്ണ ആന്തര പ്രതിപതനത്തിന്റെ നിർവചനം പറയാൻ വേണ്ടി പോകണം. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഡെഫിനിഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇത്രയാണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ക്രിട്ടിക്കൽ കോണിലും കൂടിയ കോണളവിൽ പ്രവേശിച്ചാൽ എന്താണ്? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ക്രിട്ടിക്കൽ കോണിലും കൂടിയ കോണളവിൽ പ്രവേശിച്ചാൽ അപവർത്തനം സംഭവിക്കാതെ ആ പ്രകാശരശ്മി അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പതിക്കും. ഈ ഒരു പ്രതിഭാസത്തെ എന്ത് പേര് വിളിക്കുന്നു? പൂർണ്ണാന്തര പ്രതിപതനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയായിരുന്നു? 42 ഡിഗ്രി അല്ലേ? അപ്പൊ ഗ്ലാസിൽ നിന്നും വായുവിലേക്ക് പ്രകാശം പ്രവേശിക്കണം. സാധാരണ കേസിൽ ഗ്ലാസിൽ നിന്നും വായുവിലേക്ക് പ്രകാശം പ്രവേശിക്കണം അല്ലെ? ഗ്ലാസ് കടന്നുപോയി എന്നിട്ട് ഏതിലേക്ക് പ്രവേശിക്കണം? വായുവിലേക്ക് പ്രവേശിക്കണം. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 42 ഡിഗ്രിയാണ്. പക്ഷേ 42 ഡിഗ്രിയിലും കൂടിയ ഡിഗ്രിയിലാണ് പ്രകാശം ചെരിഞ്ഞ് പതിക്കുന്നതെങ്കിൽ, അതായത് പതന കോൺ 42 ഡിഗ്രിയിലും കൂടുതലാണ് എങ്കിൽ അത് വായുവിലേക്ക് പ്രവേശിക്കാതെ തിരിച്ച് ആ ഗ്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു വരും. ഒരു മാജിക്കാണ് സത്യം പറഞ്ഞാൽ. ആ ചിത്രമാണ് ഈ കാണിച്ചിട്ടുള്ളത്. നോക്കൂ, ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് പ്രകാശം പ്രവേശിക്കുകയാണ്. സാധാരണ കേസുകൾ അതെന്ത് ചെയ്യണം? വായുവിലേക്ക് പ്രവേശിക്കണം, കാരണം ഇവ തമ്മിലൊരു തടസ്സമൊന്നുമില്ല. പക്ഷെ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 42 ഡിഗ്രിയാണ്. ആ 42 ഡിഗ്രിയിലും കൂടിയ കോണളവിലാണ് പ്രകാശം ചെരിഞ്ഞ് പതിക്കുന്നത്. കാരണം 45 ഡിഗ്രിയിലാണ്.
അപ്പോൾ അത് വായുവിലേക്ക് പ്രവേശിക്കാതെ എന്ന് പറഞ്ഞാൽ അപവർത്തനം സംഭവിക്കാതെ ആ ഗ്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു പതിച്ചു. ഈ ഒരു പ്രതിഭാസത്തിന്റെ പേരാണെന്ത്? പൂർണ്ണാന്തര പ്രതിപതനം. അപ്പൊ എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം? പറഞ്ഞോ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ക്രിട്ടിക്കൽ കോണിലും കൂടിയ കോണളവിൽ ചെരിഞ്ഞു പതിച്ചാൽ അത് അപവർത്തനം സംഭവിക്കാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, തിരിച്ചു പ്രതിപതിക്കുന്നു. ഈ പ്രതിഭാസത്തെ പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പേര് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ജലത്തിന്റെ കേസിലാണെങ്കിലോ ദാ ഇവിടെ ജലമാണുള്ളത് വിചാരിച്ചോ 43 ഡിഗ്രി തിരിച്ചു വരുമോ? ഇല്ല, അത് അപവർത്തനം സംഭവിച്ച് മുകളിലോട്ട് വായുവിലേക്ക് പ്രവേശിക്കും. കാരണം എന്താ? ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48.6 ആണ്. അപ്പോൾ 49 ഡിഗ്രി ആണെങ്കിൽ അതേ മാധ്യമത്തിലേക്ക് തന്നെ, ജലത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പൊ എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ക്രിട്ടിക്കൽ കോണിലും കൂടിയ കോണളവിൽ ചെരിഞ്ഞു പതിച്ചാൽ അപവർത്തനം സംഭവിക്കാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപതിക്കുന്നു. ഈ പ്രതിഭാസത്തെ പൂർണ്ണാന്തര പ്രതിപതനം എന്ന പേര് വിളിക്കുന്നു. ഓക്കെ, those English medium students, listen. When a beam of light passing from denser medium to rarer medium, when a beam of light is passing from denser medium to rarer medium with an angle of incidence greater than critical angle, then it will reflect into the same medium without undergoing refraction. This phenomena is known as total internal reflection. So all of you say what is total internal reflection. All of you say, when a beam of light passing from denser medium to rarer medium, with an angle of incidence greater than critical angle, adana condition, greater than critical angle, then it will reflect into the same medium without undergoing refraction. This phenomena is known as total internal reflection. For example, the beam of light passing from glass to air. We know the critical angle of glass is 42 degree. Here the angle of incidence is 45 degree. That means it is greater than critical angle. The 45 is greater than 42. That means here the angle of incidence is greater than the angle of critical angle. So it will reflect into the same medium. It will reflect into the glass itself without undergoing refraction. So it will not enter into the air. In normal case, they may enter into the air, but in this case, it will not enter into the air. It will reflect into the same medium. If the angle of incidence is greater than critical angle. This phenomena is known as total internal reflection. So once more, അതായത് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പ്രവേശിച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ, ക്രിട്ടിക്കൽ ആംഗിളിനെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ അത് മറ്റു മാധ്യമത്തിലേക്ക് പ്രവേശിക്കാതെ, റിഫ്രാക്ഷൻ സംഭവിക്കാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ആ ഫിനോമിനയെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. So when a beam of light passing from denser medium to rarer medium with an angle of incidence greater than critical angle, then it will returns into the same medium without undergoing refraction. This phenomena is known as total internal reflection. Okay, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പൂർണ്ണ ആന്തര പ്രതിപതനത്തിൻ്റെ ഉപയോഗങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്. അതിലൊന്നാണ് മെഡിക്കൽ രംഗത്ത്, മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പി കേട്ടിട്ടില്ലേ? എൻഡോസ്കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. പൂർണ്ണ ആന്തര പ്രതിപതനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫീൽഡ് ഏതാ? മെഡിക്കൽ ഫീൽഡ്. ഓക്കെ, ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? എൻഡോസ്കോപ്പിയിലാണ്, എൻഡോസ്കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന് വാർത്താവിനിമയ രംഗത്ത്, ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡ്. എന്തിനാ ഉപയോഗിക്കുക? ഒപ്റ്റിക്കൽ ഫൈബർ കേട്ടിട്ടില്ലേ? ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ആയിരങ്ങൾ മെസ്സേജുകൾ, സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇത്, ഒപ്റ്റിക്കൽ ഫൈബർ.
ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഏത് പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ എൻഡോസ്കോപ്പ് ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ വർക്കിംഗ് അണ്ടർ വിച്ച് ഫിനോമിന? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എൻഡോസ്കോപ്പിയും അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബറുകളും ഏത് പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവയാണ്? പൂർണ്ണ ആന്തര പ്രതിപതനം എന്നുള്ള പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പരീക്ഷ ചോദിക്കുകയാണ് പൂർണ്ണ ആന്തര പ്രതിപതനത്തിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? നിങ്ങൾ 2 എഴുതണം. ഒന്ന് ചികിത്സാ രംഗത്ത് എൻഡോസ്കോപ്പ്, ഇൻ മെഡിക്കൽ ഫീൽഡ് എൻഡോസ്കോപ്പ്. പിന്നെയോ വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ, ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. എഴുതൂലേ? എഴുതും. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ പ്രവർത്തന തത്വം എന്ത്? വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്? എന്താണ് നിങ്ങൾ എഴുതുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണ ആന്തര പ്രതിപതനം. ഓക്കെ, ഈ ഒരു പ്രതിഭാസത്തിന്റെ ഫലമായിട്ടാണ്, പൂർണ്ണ ആന്തര പ്രതിപതനം എന്നുള്ള പ്രതിഭാസത്തിന്റെ ഫലമായിട്ടാണ് നമ്മളൊരു അക്വേറിയം ഉണ്ടല്ലോ, ഒരു അക്വേറിയത്തിന്റെ താഴെ നിന്നുകൊണ്ട് മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് അക്വേറിയത്തിന്റെ അടിഭാഗം വാട്ടറിന്റെ സർഫേസിൽ റിഫ്ലക്ട് ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ഏതിൻ്റെ ഒരു സംഭവമാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണ ആന്തര പ്രതിപതനത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്ന, അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഉദാഹരണമാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. 2 കാര്യങ്ങളാണ് ഇതുവരെ പഠിച്ചത്. ഒന്നാമത്തെ കാര്യം എന്താ? ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ കോൺ. രണ്ടാമത്തെ കാര്യം എന്താ? പൂർണ്ണ ആന്തര പ്രതിപതനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോയാലോ? റെഡി? യെസ്. ഇനി ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലോട്ടാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ? അതാണ് ലെൻസസ്. നമ്മൾ 4ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ പ്രതിപതനം. ആ ചാപ്റ്ററിൽ നമ്മൾ ദർപ്പണങ്ങളെ കുറിച്ച് പഠിച്ചില്ലേ? മിററുകളെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് പഠിക്കാനുണ്ട്? ലെൻസുകളെ പറ്റി പഠിക്കാനുണ്ട്. വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ലെൻസസ്. എന്താണ് ലെൻസുകൾ? ഗോള ഉപരിതലമുള്ള സുതാര്യ മാധ്യമങ്ങളാണ് ലെൻസ്. എന്താണ് സുതാര്യ മാധ്യമം എന്ന് പറഞ്ഞാൽ? പ്രകാശം കടന്നു പോകുന്നവയെ വിളിക്കുന്ന പേരാണെന്ത്? സുതാര്യ വസ്തുക്കൾ, സുതാര്യ മാധ്യമം. അപ്പോൾ ലെൻസിലൂടെ എന്ത് കടന്നു പോകും? പ്രകാശം കടന്നു പോകും. അപ്പോൾ പ്രകാശം കടന്നു പോകുന്ന, അതായത് സുതാര്യ മാധ്യമങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? ഗോള ഉപരിതലമുണ്ട് അതിന്, ഗോളത്തിൻ്റേതുപോലെ തോന്നിപ്പിക്കുന്ന ഉപരിതലം. എന്താണെന്ന് മനസ്സിലാക്കി തരാം. അപ്പം ഇങ്ങനെ പഠിച്ചു നോക്കുക. എന്താണ് ലെൻസുകൾ? ഗോള ഉപരിതലമുള്ള സുതാര്യ മാധ്യമങ്ങളാണ് ലെൻസുകൾ. ലെൻസസ് ആർ ട്രാൻസ്പെറൻറ്റ് മീഡിയംസ്. വാട്ട് ഈസ് ട്രാൻസ്പെറൻറ്റ് മീഡിയംസ്? ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് allow the passage of light. Okay, so the substances allow the passage of light is known as transparent objects. So transparent medium. So lenses are transparent mediums with spherical surfaces. ഒന്ന് മനസ്സിലാക്കി തരാം. നമുക്ക് പ്രധാനമായിട്ടും 2 ലെൻസുകളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്ന് കോൺവെക്സ് ലെൻസ്, മറ്റൊന്ന് കോൺകേവ് ലെൻസ്. So we have to discuss about concave lens and convex lens. ഇതാണ് കോൺവെക്സ് ലെൻസ്, ഇതാണ് കോൺകേവ് ലെൻസ്. ഗോള ഉപരിതലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് ആ ഗോള ഉപരിതലം? നോക്കൂ, ഞാനിത് ഇങ്ങനെ വരയ്ക്കണമെന്ന് വിചാരിച്ചു. നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിച്ചു? ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ കോൺവെക്സ് ലെൻസിന്റെ ഈ ഭാഗം, ഈ ഒരു സ്ഫിയറിന്റെ ഭാഗമാണ് നമുക്ക് തോന്നും. അതുപോലെ ഇത് ഞാൻ ഇങ്ങനെ വരച്ചു, ഇതെങ്ങനെ ഡോട്ടിട്ട് വരച്ചു. അപ്പോൾ ഈ സർഫേസ് ഈ സ്ഫിയറിന്റെ ഭാഗമായി തോന്നുന്നില്ല, ഈ പ്രതലം ഈ ഗോളത്തിന്റെ ഭാഗമായി തോന്നും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കോൺവെക്സ് ലെൻസ് 2 ഗോളങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർന്നതിൽ നിന്ന് മുറിച്ചെടുത്തതുപോലെ തോന്നും നമുക്ക്. അപ്പോൾ ഗോളോ ഉപരിതലമുള്ള സുതാര്യ മാധ്യമങ്ങളാണ് ആര്? ലെൻസുകൾ. ഓക്കെ, ലെൻസസ് ആർ ട്രാൻസ്പെറൻറ്റ് മീഡിയംസ് വിത്ത് സ്ഫെറിക്കൽ സർഫേസസ്. It is appeared as it is taken from 2 spheres. It is cut off from. It is taken from 2 spheres. 2 imaginary spheres. 2 സാങ്കല്പിക ഗോളങ്ങളിൽ നിന്ന് മുറിച്ചെടുത്തതുപോലെ തോന്നും. ഇനി എന്താണ് കോൺവെക്സ് ലെൻസ്? The refracting surface അല്ല, പിന്നെയോ റിഫ്രാക്റ്റിംഗ് സർഫേസ്. ഇതിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിനെന്ത് സംഭവിക്കും? റിഫ്രാക്ഷനും സംഭവിക്കും, അപവർത്തനം സംഭവിക്കും. അപ്പോൾ ആ അപവർത്തനം സംഭവിക്കുന്ന ഈ സർഫേസ്, അതാണ് റിഫ്രാക്റ്റിംഗ് സർഫേസ്, അപവർത്തന തലം പുറത്തോട്ട് തള്ളി നിൽക്കുന്നവയാണ്
കോൺവെക്സ് ലെൻസുകൾ. അപ്പോൾ എന്താണ് കോൺവെക്സ് ലെൻസുകൾ? കോൺവെക്സ് ലെൻസുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അപവർത്തന തലം പുറത്തോട്ട് തള്ളി നിൽക്കുന്നവയെ കോൺവെക്സ് ലെൻസുകൾ എന്ന് വിളിക്കുന്നു. Okay, the refracting surfaces are curved outward, then it is known as convex lens. ഇവിടെ റിഫ്ലക്ഷൻ അല്ല സംഭവിക്കുക. ഒരു ബീം ഓഫ് ലൈറ്റ് ഇങ്ങനെ കടന്നു വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? റിഫ്രാക്ഷനാണ് സംഭവിക്കുക. ഓക്കെ, ഒരു ബീം ഓഫ് ലൈറ്റ് ഇങ്ങനെ കടന്നു വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? റിഫ്രാക്ഷനാണ് സംഭവിക്കുക. അതിൻ്റെ പാത്തിന് ഒരു ഡീവിയേഷനാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് റിഫ്രാക്റ്റിംഗ് സർഫേസ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നവയെ, അതായത് അപവർത്തന തലം പുറത്തോട്ട് തള്ളി നിൽക്കുന്നവയെ കോൺവെക്സ് ലെൻസുകൾ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് കോൺകേവ് ലെൻസ്? അപവർത്തന തലം ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്നവയെ കോൺകേവ് ലെൻസുകൾ എന്ന് പറയുന്നു. ഇഫ് ദ റിഫ്രാക്റ്റിംഗ് സർഫേസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്, then it is known as concave lens. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. അപ്പോൾ ഇത് രണ്ട് സ്ഫിയറിൽ നിന്ന് മുടിച്ചതായിട്ട് തോന്നും. ഇവിടെയും ഒരു സ്ഫെറിക്കൽ സർഫേസ് ഉണ്ട്. ഞാൻ ഇതിനെ എങ്ങനെ വരക്കാണ്? നോക്കിക്കോ. അപ്പം എന്താ തോന്നിയത്? ഇവിടെ ഒരു സ്ഫിയർ വെച്ച പോലെ തോന്നുന്നില്ലേ? ആ സ്ഫിയറിന്റെ ഭാഗമായിട്ട് ഇത് തോന്നും. ഇവിടെയും ഒരു സ്ഫിയർ വെച്ചതായി തോന്നുന്നില്ലേ? ആ സ്ഫിയറിന്റെ ഭാഗമായിട്ട് ഈ സർഫേസും തോന്നും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോൺകേവ് ലെൻസും രണ്ട് സ്ഫിയറിൽ നിന്നും മുറിച്ചെടുത്തായി തോന്നും. ഇറ്റ് ഈസ് അപ്പിയർഡ് ആസ് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ടു സ്ഫിയേഴ്സ്. ഓക്കെ, ഇനി ഈ ലെൻസുകളെ പറ്റി നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ സംഭവമാണ് പ്രകാശിക കേന്ദ്രം, ഒപ്റ്റിക് സെന്റർ. എന്താണ്? പോൾ എന്നാണ് സാധാരണ വിളിക്കുക, പി. ഒപ്റ്റിക് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, എന്നിരുന്നാലും ഒന്ന് ഓടിച്ചു പോകാം. ഒപ്റ്റിക് സെന്റർ, പി. പ്രകാശിക കേന്ദ്രം, പി. പോൾ എന്നാണ് പറയുക. അതായത് ലെൻസിന്റെ മധ്യബിന്ദുവാണ്. ദ സെന്റർ ഓഫ് ലെൻസ് ഈസ് നോൺ ആസ് ഒപ്റ്റിക് സെന്റർ. ലെൻസിന്റെ കേന്ദ്രത്തെ എന്ത് പേര് വിളിക്കുന്നു? മധ്യബിന്ദുവിനെ, കേന്ദ്രത്തെ എന്ത് പേര് വിളിക്കുന്നു? പ്രകാശിക കേന്ദ്രം എന്ന് വിളിക്കുന്നു. ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു? പി. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം പഠിച്ചു. എന്താണ് ഒന്നാമത്തെ കാര്യം? ഒപ്റ്റിക് സെന്റർ ഓഫ് ലെൻസ് ഈസ് നോൺ ആസ് ഒപ്റ്റിക് സെന്റർ. ലെൻസിന്റെ മധ്യഭാഗത്തെ കേന്ദ്രത്തെ എന്ത് പേര് വിളിക്കുന്നു? പ്രകാശിക കേന്ദ്രം ഒപ്റ്റിക് സെന്റർ എന്ന് വിളിക്കുന്നു. പി എന്ന് സൂചിപ്പിക്കുന്നു പോൾ. ഇനി അടുത്തതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. സെന്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രം. എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ? സെന്റർ ഓഫ് കർവേച്ചേഴ്സ് ആർ ദി സെന്റർ ഓഫ് സ്ഫിയേഴ്സ്, സെന്റർ ഓഫ് ഇമാജിനറി സ്ഫിയേഴ്സ്. ഇറ്റ് ഈസ് അപ്പിയർഡ് ആസ് ദി പാർട്ട് ഓഫ് ലെൻസ്. നമുക്ക് ഈ ലെൻസിന്റെ പാർട്ടാണ് എന്ന് തോന്നുന്ന രണ്ട് ഇമാജിനറി സ്ഫിയറില്ലേ? അതാ ഇത് ലെൻസിന്റെ പാർട്ടായി തോന്നുന്ന രണ്ട് ഇമാജിനറി സ്ഫിയറുകൾ രണ്ട് ലെൻസിന്റെ കേസിലുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചോ. ഈ ലെൻസിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്ന രണ്ട് ഇമാജിനറി സ്ഫിയർ രണ്ട് ലെൻസിലുണ്ട്. ആ ഇമാജിനറി സ്ഫിയേഴ്സിന് ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്ററിനെ വിളിക്കുന്ന പേരാണെന്ത്? സെന്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഒരു ലെൻസിന് എത്ര സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്? 2 സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. അപ്പൊ എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ? സെന്റർ ഓഫ് കർവേച്ചേഴ്സ് ആർ ദി സെന്റേഴ്സ് ഓഫ് ഇമാജിനറി സ്ഫിയേഴ്സ്. എന്താണ് സെന്റർ ഓഫ് കർവേച്ചേഴ്സ് ആർ ദി സെന്റർ ഓഫ് ദി ഇമാജിനറി സ്ഫിയേഴ്സ് അപ്പിയർഡ് ആസ് ദി പാർട്ട് ഓഫ് ലെൻസ്. ലെൻസിന്റെ പാർട്ടാണ് എന്ന് തോന്നിക്കുന്ന രണ്ട് ഇമാജിനറി സ്ഫിയറുകൾ ഉണ്ട്. ആ രണ്ട് ഇമാജിനറി സ്ഫിയറുകളുടെ സെന്റർ ആണ് ഏത്? സെന്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഒരു ലെൻസിന് എത്ര സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്? 2 സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. അപ്പോൾ 3 പോയിന്റുകൾ പഠിച്ചത്. ഇവിടെ പി, 2 സെന്റർ ഓഫ് കർവേച്ചർ. എന്താണ് വക്രതാ കേന്ദ്രം? ലെൻസിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്ന രണ്ട് സാങ്കല്പിക ഗോളങ്ങളില്ലേ? ആ സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. അതായത് ഈ വക്രത്തിന്റെ കേന്ദ്രമാണ് ഇത്. അപ്പൊ എന്താണ് വക്രതാ കേന്ദ്രം? ഒന്നുകൂടെ പറഞ്ഞ. ലെൻസിന്റെ ഭാഗമാണ് എന്ന് തോന്നിക്കുന്ന രണ്ട് സാങ്കല്പിക ഗോളങ്ങളുണ്ട്. ആ രണ്ട് സാങ്കല്പിക കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. ഒരു ലെൻസിന് 2 വക്രതാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. ഏതക്ഷരം കൊണ്ടാ സൂചിപ്പിക്കുക? സി. ഇനിയാണ് അടുത്തത് മുഖ്യ അക്ഷം, പ്രിൻസിപ്പൽ ആക്സിസ്. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ, 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാ. എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ? ദ ലൈൻ പാസിംഗ് ത്രൂ സെന്റർ ഓഫ് കർവേച്ചേഴ്സ് ആൻഡ് പോൾ.
The line passing through center of curvatures and pole. The line passing through center of curvatures and pole. പോളിലൂടെയും വക്രതാ കേന്ദ്രങ്ങളിലൂടെയും കടന്നു പോകുന്ന എന്താണ് പോളിലൂടെയും വക്രതാ കേന്ദ്രങ്ങളിലൂടെയും കടന്നു പോകുന്ന രേഖയെ എന്ത് പേര് വിളിക്കുന്നു? മുഖ്യാക്ഷം. എന്താണ് മുഖ്യാക്ഷം? മുഖ്യാക്ഷം എന്ന് പറഞ്ഞാൽ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പോളിലൂടെയും കടന്നു പോകുന്ന ഒരു രേഖയാണ് ഇത് പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷം. അപ്പം എന്തൊക്കെ പഠിച്ചു? പ്രകാശിക കേന്ദ്രം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, വക്രതാ കേന്ദ്രം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, മുഖ്യാക്ഷം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, ഒപ്റ്റിക് സെന്റർ, സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പ്രിൻസിപ്പൽ ആക്സിസ്. Okay, the distance between all of you listen, the distance between pole and center of curvature, the distance between pole and center of curvature is known as radius of curvature. It is represented as capital R. എന്താണ് the distance between pole and center of curvature, the distance between pole and center of curvature is known as radius of curvature, represented as R. പോളിൽ നിന്നും വക്രതാ കേന്ദ്രത്തിലോട്ടുള്ള ദൂരത്തെ വക്രതാ ആരം എന്ന് വിളിക്കുന്നു. വക്രതാ ആരം ഏതക്ഷരം എന്ന് സൂചിപ്പിക്കുന്നു? വലിയ അക്ഷരം R കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി നമ്മൾ അവസാനമായി പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് ലെൻസുകളുടെയും, ഏതൊക്കെയാണ് രണ്ട് ലെൻസുകൾ? കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട്. ഈ രണ്ട് ലെൻസുകളുടെയും മെയിൻ ഫോക്കസ്, അതായത് പ്രിൻസിപ്പൽ ഫോക്കസ്, മുഖ്യ ഫോക്കസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം, ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിലോട്ട് പോയാലോ? റെഡി അല്ലേ? യെസ്. ശ്രദ്ധിച്ചോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേതാ ലെൻസ്? എല്ലാവർക്കും ഇതേതാ ലെൻസ്? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്, മുഖ്യ ഫോക്കസ് ആണ്, മെയിൻ ഫോക്കസ് ആണ്. ഇതാണ് മുഖ്യാക്ഷം, പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി ശ്രദ്ധിച്ചോ, എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചോ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താ? മെയിൻ ഫോക്കസ് ആണ്, പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്, മുഖ്യ ഫോക്കസ് ആണ്. കോൺവെക്സ് ലെൻസ് അതിൻ്റെ മുഖ്യ ഫോക്കസ് ആണ് ആദ്യം പറയുന്നത്. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് നല്ലോണം ശ്രദ്ധിക്കുക. മുഖ്യാക്ഷത്തിന് സമാന്തരമായി സഞ്ചരിക്കുന്ന പ്രകാശരശ്മികൾ, ഇതാണ് മുഖ്യാക്ഷത്തിന് സമാന്തരമായി സഞ്ചരിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനം സംഭവിച്ച് മുഖ്യ അക്ഷത്തിലെ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് കൂടിച്ചേരുന്നു. അതും എവിടെ? മറുവശത്ത്, ഓപ്പോസിറ്റ് സൈഡിൽ. എവിടെ നിന്നാണോ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, ഇടത് ഭാഗത്തു നിന്നാണ് ബീം ഓഫ് ലൈറ്റ് വരുന്നത്. എവിടെയാണ് കൂടിച്ചേരുന്നത്? വലതു ഭാഗത്താണ് കൂടിച്ചേരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതിൻ്റെ കേസിൽ? കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ. ഒന്നുകൂടെ പറയാം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി സഞ്ചരിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനം സംഭവിച്ച് മറുവശത്ത് മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നു. ആ ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ വലതുഭാഗത്തായിരിക്കും ആരുടെ മുഖ്യ ഫോക്കസ് ഉണ്ടാവുക? കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് ഉണ്ടാവുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എവിടെയാണ് ഉണ്ടാവുക? വലതുഭാഗത്താണ് ഉണ്ടാവുക. ഒന്നും കൂടെ പറയാം. എന്താണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്? മുഖ്യ അക്ഷത്തിനു സമാന്തരമായി സഞ്ചരിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനം സംഭവിച്ച് മറുവശത്ത് മുഖ്യ അക്ഷത്തിൽ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നു. ആ ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിന്റെ മെയിൻ ഫോക്കസ് എന്ന് വിളിക്കുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Those English medium students listen. The beam of light travels parallel to principal axis. The beam of lights travel parallel to the principal axis, are undergo refraction and converged into a point on the principal axis on the opposite side. That point is known as principal focus or main focus of convex lens. Once more. So the main focus, the principal focus of a convex lens is in the right side. This is the right side. This is the left side. So once more. The beam of light travels parallel to the principal axis, are undergo refraction and converged into a point on principal axis on opposite side.
ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് മെയിൻ ഫോക്കസ് ഓഫ് കോൺവെക്സ് ലെൻസ്. ദെൻ ഇനി കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്. നല്ലോണം ശ്രദ്ധിച്ചോ, കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് വ്യത്യസ്തമാണ്, ഇതിൽ നിന്നും വ്യത്യസ്തമാണ്, നല്ലോണം ശ്രദ്ധിക്കണം. ഇത് വലത് ഭാഗത്തായിരുന്നു, ഇനി ഇവിടെ വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചോ. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി സഞ്ചരിക്കുന്ന പ്രകാശരശ്മികൾ, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി സഞ്ചരിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനം സംഭവിച്ച് മുഖ്യ അക്ഷത്തിൽ നിന്നും അകലുന്നു, മുഖ്യ അക്ഷത്തിൽ നിന്നും അകലുന്നു. ഇവിടെ മുഖ്യ അക്ഷത്തോട് അടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി സഞ്ചരിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനം സംഭവിച്ച് മുഖ്യ അക്ഷത്തിൽ നിന്നും അകലുന്നു. ആ അകലുന്ന പ്രകാശരശ്മികൾ, ശ്രദ്ധിച്ചോ, ആ അകലുന്ന പ്രകാശരശ്മികൾ അതേ ഭാഗത്തെ എവിടുന്നാണോ പ്രകാശം വരുന്നത് അതേ ഭാഗത്തെ ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നും വരുന്നതായി തോന്നുന്നു. കണ്ടോ, ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നും വരുന്നതായി തോന്നുന്നു. ഡാഷ് ലൈനിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ബിന്ദുവിനെ കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. എന്താണ്? മുഖ്യ അക്ഷത്തിന് സമാന്തരമായി സഞ്ചരിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനം സംഭവിച്ച് മുഖ്യ അക്ഷത്തിൽ നിന്നും അകലാണ് ചെയ്യുക. ആ അകലുന്ന പ്രകാശരശ്മികൾ മുഖ്യ അക്ഷത്തിലെ ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്ന് വരുന്നതായി തോന്നുന്നു. ഏതു ഭാഗത്ത്? അതേ ഭാഗത്ത് നിന്നും വരുന്നതായി തോന്നുന്നു. അതുകൊണ്ട് ആ പോയിന്റിനെ കോൺകേവ് ലെൻസിന്റെ എന്ത് പേര് വിളിക്കുന്നു? മുഖ്യ ഫോക്കസ് എന്ന് പേര് വിളിക്കുന്നു. ഏതു ഭാഗത്താണ്? ഇടതുഭാഗത്താണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ ഏതാണ് യഥാർത്ഥ ഫോക്കസ്? ആർക്കാണ് യഥാർത്ഥ ഫോക്കസ് ഉള്ളത്? കോൺവെക്സ് ലെൻസിനാണോ കോൺകേവ് ലെൻസിനാണോ യഥാർത്ഥ ഫോക്കസ് ഉള്ളത്? ഒരു സംശയവും വേണ്ട, ഏതിനാണ്? കോൺവെക്സിനാണ് യഥാർത്ഥ ഫോക്കസ് ഉള്ളത്. കാരണം എന്താ? ഇവിടെ തോന്നുന്നൊന്നുമില്ല, അതാണ് കൂടിച്ചേർന്നൊരു പ്രത്യേക ബിന്ദുവിൽ. എന്നാൽ ഇവിടുന്ന് പ്രകാശമികൾ കൂടിച്ചേർന്നതായി തോന്നുകയാണ് ചെയ്യണത്. അതുകൊണ്ട് ഇതെന്താണ്? മിഥ്യാ ഫോക്കസ് ആണ്. അപ്പോൾ കോൺകേവ് ലെൻസിന്റെ കേസിൽ ഫോക്കസ് എന്താണ്? മിഥ്യയാണ്. ആരുടെ കേസിലാണ് യഥാർത്ഥ ഫോക്കസ് ഉള്ളത്? കോൺവെക്സ് ലെൻസിനാണ് യഥാർത്ഥ ഫോക്കസ് ഉള്ളത്. ആ പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇടതുഭാഗത്താണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് ഉണ്ടാവുക. കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് ഏത് ഭാഗത്താണ്? ഇടതുഭാഗത്താണ്. ദോസ് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ലിസൺ. Beam of lights. So we are going to discuss the main focus principal focus of concave lens. Concave lens. All of you listen. The beam of light travels parallel to principal axis. The beam of light travels parallel to principal axis. Undergo refraction and deviated away from the principal axis. And deviated away from the principal axis or diverged from principal axis. Here is converged. Here is diverged or refracted away from the principal axis. And that refracted rays are appeared as coming from an imaginary point. And that refracted rays are appeared as coming from an imaginary point on the principal axis. ഈ പ്രിൻസിപ്പൽ ആക്സിലെ ഒരു ഇമാജിനറി പോയിന്റിൽ നിന്നും വരുന്നതായിട്ടാണ് തോന്നുക. ഏത് ബീം ഓഫ് ലൈറ്റ്? ഈ റിഫ്രാക്ട് ചെയ്ത് പോകുന്ന ബീം ഓഫ് ലൈറ്റ്. ഈ റിഫ്രാക്ട് ചെയ്ത് പോകുന്ന ബീം ഓഫ് ലൈറ്റ് ഈ പോയിന്റിൽ നിന്ന് വരുന്നതായി തോന്നുന്നു. അതുകൊണ്ട് ഈ പോയിന്റിന് എന്ത് പേര് വിളിക്കുന്നു? കോൺകേവ് ലെൻസിന്റെ മെയിൻ ഫോക്കസ്. എന്താണ്? കോൺകേവ് ലെൻസിന്റെ മെയിൻ ഫോക്കസ്. ഇവിടെ തോന്നാണ് ചെയ്യുന്നത്. അപ്പിയർഡ് ആസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പിയർഡ് ആസ് തോന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദിസ് ഈസ് വിർച്വൽ ഫോക്കസ്. ഹിയർ ഈസ് റിയൽ ഫോക്കസ്. ഹിയർ ഈസ് വിർച്വൽ ഫോക്കസ്. ഏത് ലെൻസിന്റെ കേസിൽ? ഇൻ ദി കേസ് ഓഫ് കോൺകേവ് ലെൻസ്. ഇൻ ദി കേസ് ഓഫ് കോൺകേവ് ലെൻസ് ദ ഫോക്കസ് ഈസ് വിർച്വൽ. ബട്ട് ഇൻ ദി കേസ് ഓഫ് കോൺവെക്സ് ലെൻസ് ഇറ്റ് ഈസ് റിയൽ. Okay, here is the focus in right side. Here the focus in left side. Got it? Once more, concave lens in the mukhya focus. Once more. All of you listen. The beam of light travels parallel to principal axis, undergo refraction and diverged away from the principal axis. Diverged from the principal axis. These refracted rays or the diverged rays are appeared as coming from an imaginary point on the principal axis. Appeared as coming from an imaginary point from the principal axis. That imaginary point is known as main focus of concave lens. Clear? അപ്പോൾ ആർക്കാണ് റിയൽ ഫോക്കസ് ഉള്ളത്? യഥാർത്ഥ ഫോക്കസ് ഉള്ളത് കോൺവെക്സിനാണ്. ആർക്കാണ് വിർച്വൽ മിഥ്യാ ഫോക്കസ് ഉള്ളത്? കോൺകേവിനാണ്. ഇനി ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഏതാണ്? ഫോക്കൽ ലെങ്ത്. വളരെ സിമ്പിൾ. എന്താണ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ? പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരത്തെ എന്ത് പേര് വിളിക്കുന്നു? ഫോക്കൽ ലെങ്ത്.
What is focal length? The distance from pole to focus. The distance from pole to focus. The distance from pole to focus. The distance from pole to focus is known as focal length. It is denoted by small letter f. This main focus is represented by capital F. Focal length is represented by small letter f. അപ്പോൾ എന്താണ് ഫോക്കസ് ദൂരം? ഫോക്കസിൽ നിന്നും പോളിലേക്കുള്ള ദൂരത്തെ അല്ലെങ്കിൽ പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരത്തെ എന്ത് പേര് വിളിക്കുന്നു? ഫോക്കസ് ദൂരം. ചെറിയ അക്ഷരം എഫ് കൊണ്ട് സൂചിപ്പിക്കുന്നു. എന്താണ് വലിയ അക്ഷരം എഫ്? അത് മുഖ്യ ഫോക്കസ് ആണ്. മുഖ്യ ഫോക്കസ് ആ ബിന്ദുവിനെ സൂചിപ്പിക്കുന്നതാണ് ഏത്? ക്യാപിറ്റൽ എഫ്. ഫോക്കസ് ദൂരത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാ? സ്മോൾ ലെറ്റർ എഫ്. ഓക്കെ, വളരെയധികം കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? ഓൾ ഓഫ് യു സേ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ കോൺ, പിന്നെയോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണ ആന്തര പ്രതിപതനം. അതിനുശേഷം യൂസസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനത്തിൻ്റെ ഉപയോഗങ്ങൾ. അതിനുശേഷം ലെൻസസ് ആൻഡ് ദെയർ റിലേറ്റഡ് പോയിന്റ്സ്, ലെൻസും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അടുത്ത കാര്യങ്ങൾ ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷനാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ. അത് കുറച്ചുകൂടെ സുഖകരമായിരിക്കും, കാരണം ഏതുമായി റിലേറ്റ് ചെയ്യാൻ നമുക്കിതുമായി ബന്ധപ്പെടുത്താം, ദർപ്പണങ്ങളുമായി ബന്ധപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ ഉഷാറായിട്ടിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഓർമ്മയുണ്ടായിരിക്കട്ടെ എന്ന് അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.